ഒരു നായകൻ അല്ലെങ്കിൽ ഒരു അഭിനേതാവ് എന്ന് പറഞ്ഞാൽ ഏത് മേഖലയിലും അഭിനയിക്കണം. ക്യാമറ ട്രിക്കാണ് ഇങ്ങനെ വെക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എന്തിനാണ് ഭർത്താവിനെ അഭിനയിക്കാൻ വിടുന്നത്? വീട്ടിൽ ഇരുത്തിക്കൂടെ? റൊമാൻസ് ചെയ്യുമ്പോഴത്തേന് കയ്യിൽ പിടിക്കേണ്ട വരും, ഇങ്ങനെ പിടിക്കേണ്ട വരും. കുഞ്ചാക്കോവിന് ശാലിനിക്ക് ശേഷം ഇപ്പം കേരളത്തിൽ ഹിറ്റായിട്ട് നിൽക്കുന്ന രണ്ടുപേരാണ് പ്രതീഷും രേണുസും. രണ്ടുപേരും തമ്മിൽ പ്രണയമാണോ? എനിക്ക് പേഴ്സണൽ മെസ്സേജ് അടക്കം വരുന്നുണ്ട്. സത്യം പറ, ഇതാര്? നിങ്ങൾ ഭയങ്കര ഹഗ് ചെയ്തിട്ടും ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടൊക്കെയുള്ള അഭിനയമൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട്. കണ്ടിട്ട് വൈഫ് വല്ലോ പറഞ്ഞു മാങ്ങയുള്ള മാവിലെ ആൾക്കാരെ കല്ലെറിയും, അത് മനസ്സിലാക്കിയാൽ മതി. അടുത്ത സീന് നീ അവനെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഉമ്മ വെക്കണ സീനാ പറഞ്ഞാൽ സിനിമ കിട്ടിയ ഒരാളെന്താ ചെയ്യാ? അയ്യോ പറ്റില്ല, എന്റെ ഭാര്യ എങ്ങനെയാണ് പറഞ്ഞിട്ട് നമ്മൾ അതേതാണ് എന്റെ വീട്ടിൽ. എന്നെ സംബന്ധിച്ച് ഇവനായിട്ട് നല്ല കംഫർട്ടബിൾ ആയിരുന്നു. അല്ലെങ്കിലും പോലും ഞാൻ അഭിനയിക്കും. അഭിനയം എന്റെ പാഷനാണ്, എന്റെ ജോലി. അത് ഞാൻ കെട്ടിപ്പിടിക്കണമെന്നാണ് എനിക്ക് ഓക്കെ ആണോ? അയ്യോ എനിക്ക് പറ്റത്തില്ല, കെട്ടിപ്പിടിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. പിന്നെ എന്തിനാടി ഈ അഭിനയത്തിനോട്? നീ വീട്ടിലിരിക്കാൻ പറ്റില്ല. നീ റിലേറ്റീവ്സിൽ ആരെങ്കിലും അഭിനയിച്ചതിന് ശേഷം ആരെങ്കിലും തരത്തിൽ എന്തെങ്കിലും കമന്റ്സോ കാര്യങ്ങളോ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും? വൈഫിന്റെ ആൾക്കാരൊക്കെ ഒന്ന് രണ്ടുപേരൊക്കെ ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തിനാ അങ്ങനെയൊക്കെ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി നാളെ നിങ്ങളെ ചേർത്തൊരു ഗോസിപ്പ് വന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ? പറയണവർ പറയട്ടെ പറയും. അങ്ങനെ പോയിട്ടേ കാര്യമുള്ളൂ. അതിൽ പേടിച്ച് നിന്ന് കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പാണ്. എൻ്റെ കരിയർ ആണെങ്കിൽ ശരി, അവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാ പ്രതീക്ഷ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഓൾറെഡി ചേച്ചി ആരുടെ കൂടെ എവിടെയെങ്കിലും ഒന്ന് നിൽക്കട്ടെ, അപ്പൊ ഗോസിപ്പ് വരും. രേണു സുധീരോട് ആരഭിനയിച്ചാലും ഇപ്പൊ ദാസേട്ടൻ കോഴിക്കോട് ഒരു ഇരയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവന്റെ തലയിലോട്ട് ആ മുൾക്കിരീടം വെച്ചിട്ട് ദാസേട്ടൻ മുക്കി എന്ന് പറയാം. പല ആൾക്കാരും ഞാൻ പോക്ക് കേസാണെന്ന് പറയുന്ന ആൾക്കാർ, സത്യം പച്ചക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പോക്ക് കേസാ പറഞ്ഞ ആൾക്കാരുണ്ട്. പിന്നെ പല ആൾക്കാരുടെ ഒപ്പം നടക്കണമെന്ന് പറഞ്ഞിട്ട് ആരുടെ ഒപ്പം നടക്കണം കണ്ടിട്ടില്ല. ഷൂട്ട് കഴിഞ്ഞു നേരെ വണ്ടി കയറി നേരെ വീട്. പക്ഷെ ഒരു ഗ്രഹനാഥൻ ഇല്ലാത്ത വീട്ടില് ആ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു പെൺകുട്ടി ചെയ്യാന്ന് പറഞ്ഞാൽ അത് അപ്രീഷിയേറ്റിന്റെ കാര്യമാണ്. അത് എല്ലാ ആക്ടേഴ്സും ചെയ്യണ പോലെ ആ ചേച്ചിക്ക് ഇതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് ആക്ടിങ് എന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരാളുടെ അടുത്ത് നിന്ന് ഒരു കുടുംബത്തേക്ക് പോവാന്ന് പറഞ്ഞാൽ ആ ആള് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരൊറ്റ ആളും വന്നിട്ട് മോളെ 10 രൂപ നിന്റെ കയ്യിൽ കൊടുക്കുന്ന പറഞ്ഞിട്ട് കൊടുക്കുമായിരിക്കും. ഒരു ലിമിറ്റ് ഉണ്ട്.